ഇന്ന് പലരും ബാത്റൂമിൽ, ടോയ്ലറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നൊരു സംശയം. 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കാര്യം സാധിച്ചുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ട പലരും 10ഉം 15ഉം 20ഉം നല്ല മൂളക്കം പാട്ടും പാടി മൊബൈലും പിടിച്ചുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അതിൻ്റെ ഭവിഷ്യത്ത് അറിയാത്തത് കൊണ്ടാണ്. എത്ര വലിയ യൂറോപ്യൻ സ്റ്റൈലിൽ നിർമ്മിച്ചാലും എവിടെയാണ് ഇരിക്കുന്നത് എന്ന ബോധം പോലും ഇല്ലാത്ത പലരും കൂടുതൽ സമയം ചെലവഴിച്ചു പോവുകയാണ്. നാം ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ഭയങ്കരമായ നാറ്റമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എന്നാൽ ബാത്റൂമിലേക്ക് പോയാൽ തിരിച്ചു വരുന്നില്ല. അല്ലെ, നല്ല കയ്പുള്ള ഒരു സാധനം, ആ കയ്പുള്ള സാധനത്തിലേക്ക് അതിൻ്റെ കയ്പ് ഒഴിവാകാൻ വേണ്ടി കൂടുതൽ ഷുഗറോ മറ്റൊക്കെ ഒന്ന് ആഡ് ചെയ്താൽ, ഒരു പക്ഷേ തൽക്കാലം ഒന്ന് ബാലൻസ് ചെയ്താലും ആ കയ്പ് അവിടുന്ന് മാറുന്നില്ല. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തോട് കൂടുതൽ സമയം ബന്ധപ്പെട്ടതുകൊണ്ട് അവിടെയുള്ള വാസനയോ മറ്റോ അല്ലെങ്കിൽ അവിടെ ക്ലീൻ ആക്കിയത് കൊണ്ടും ഒക്കെ നമ്മുടെ ആ വാസന തൽക്കാലം ഒന്ന് മാറിയെങ്കിലും ഇരിക്കുന്ന സ്ഥലം അത് ബാത്റൂം തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പിന്നെന്താ എനിക്ക് രോഗം വരാത്ത എന്ന് ചിന്തിക്കേണ്ട. പല രോഗങ്ങളും പിന്നീടൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട്. പല അലർജികൾ വരാൻ സാധ്യതയുണ്ട്. വന്നാലും വന്നിട്ടില്ലെങ്കിലും അതൊക്കെ നമ്മുടെ ശരീരത്തിന് കേടാണ് എന്ന് മാത്രമല്ല, മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കാര്യം സാധിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം. കാരണം പിശാചുക്കൾ നിറഞ്ഞ സ്ഥലമാണ് എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ ഒരാളെ സംബന്ധിച്ച് ആ ബാത്റൂമിലേക്ക് എന്ന് പറഞ്ഞാൽ, ബാത്റൂം എന്നത് അത് ആ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത് കാൽ വെച്ചുകൊണ്ട് കയറുകയും പെട്ടെന്ന് തന്നെ കാര്യം സാധിച്ച് തിരിച്ചു വന്നുകൊണ്ട് വലത് കാൽ വെച്ചുകൊണ്ട് പുറത്തു ഇറങ്ങുകയും ദിക്ർ ചൊല്ലുകയും ചെയ്യണം. പ്രവേശിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബായിസ്, ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതിനർത്ഥം പിശാചുക്കൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്, പിശാചിന്റെ വാസസ്ഥലമാണ്. ആ വാസസ്ഥലത്തേക്ക് നമ്മൾ പോവുകയും കൂടുതൽ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്താൽ ആ പിശാച് നമ്മെ സ്വാധീനിക്കും, അവന്റെ കിണയിൽ പെടാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ മൊബൈൽ കൊണ്ടുപോകുന്നതിലൂടെ നമ്മൾ എന്തിനാ പോയത് എന്ന് പോലും മറന്നുപോയി കൂടുതൽ സമയം ചെലവഴിക്കാനും അതുമൂലം പൈൽസ് പോലത്തെ അസുഖങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ ഒരു കാര്യത്തോട് നാം എതിരാവുകയും ഒക്കെ ചെയ്യുമ്പോൾ മുഅ്മിനായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കേടാണ് നമുക്ക് വരുത്തുന്നത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.